Hello dear students. So നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ എക്സാമിന്റെ ലാസ്റ്റ് മൊമെന്റ് പ്രിപ്പറേഷനിലെ അല്ലേ? യെസ്, പ്രിപ്പറേഷൻ ഒക്കെ ഉഷാറായിട്ട് പോകുന്നില്ലേ? നമ്മൾക്ക് ലാസ്റ്റ് മൊമെന്റിൽ ഫിസിക്സിനെ ശ്രദ്ധിക്കേണ്ട വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സോ പോയിന്റ് നമ്പർ 1, ഡു റിവൈസ് യുവർ ചാപ്റ്റേഴ്സ് ഓൺ ഡെയിലി ബേസിസ്. നമ്മൾക്കറിയാം ഫിസിക്സിൽ നമുക്ക് ഓൾമോസ്റ്റ് 30 ചാപ്റ്റേഴ്സ് ആണുള്ളത്. അപ്പോൾ ആ 30 ചാപ്റ്റേഴ്സ് നമ്മൾ ഓരോ ചാപ്റ്റർ വൈസ് ചാപ്റ്റർ ആയിട്ട് പോകുമ്പോൾ നമ്മൾക്ക് മുമ്പ് പഠിച്ചു പോയ ചാപ്റ്റേഴ്സ് നമ്മൾ എന്തായിട്ടുണ്ടാവും, ചിലപ്പോൾ മറന്നു പോയിട്ടുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം, ഡെയിലി നമ്മുടെ ടൈം ഷെഡ്യൂളിൽ റിവിഷൻ ആയിട്ടുള്ള ഒരു സ്ലോട്ട് നമ്മൾ എന്ത് ചെയ്ത് വെക്കണം, നമ്മൾ ബുക്ക് ചെയ്ത് വെക്കണം. കാരണം ഇറ്റ് ഈസ് ബെറ്റർ ടു ഡു 100 പ്രോബ്ലംസ് 2 times rather than doing 300 problems 1 time. കുറേ പ്രോബ്ലംസ് നമ്മൾ ഒരു പ്രാവശ്യം ചെയ്യുന്നതിനേക്കാളും ബെറ്റർ നമ്മൾക്ക് അറിയാവുന്ന പ്രോബ്ലംസ് നമ്മൾ എന്ത് ചെയ്യുന്നതാണ്, റിവൈസ് ചെയ്യുന്നതാണ്. ലെറ്റ്സ് അഡ്രസ് ഹൗ ടു ഡു ദ റിവിഷൻ. സ്റ്റാർട്ട് വിത്ത് യുവർ സ്ട്രോങ് ടോപ്പിക്സ്. എന്താണ് സ്റ്റാർട്ട് വിത്ത് യുവർ സ്ട്രോങ് ടോപ്പിക് എന്ന് പറഞ്ഞാൽ, നിങ്ങൾക്ക് ഏറ്റവും അറിയാവുന്ന, നിങ്ങൾക്ക് ഏറ്റവും കോൺഫിഡൻസ് ഉള്ള ചാപ്റ്റർ ആണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റിവൈസ് ചെയ്ത് തുടങ്ങേണ്ടത്. ഫോർ എക്സാമ്പിൾ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക്സ് എന്നാണ് നമ്മൾ റിവിഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെയും കോൺഫിഡൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ്, നമുക്ക് പിന്നെയും അറിയുന്ന ചാപ്റ്റേഴ്സ് അടുത്തായിട്ട് എന്ത് ചെയ്യാം, പോകാം. സ്റ്റെപ്പ് നമ്പർ 2, കീപ് ഇറ്റ് ടൈം ബൗണ്ട്. സമയപരിധി നമ്മൾ നിശ്ചയിക്കണം റിവിഷന്. നമ്മുടെ പഠന സമയങ്ങളിൽ നിശ്ചിത സമയം 1 മണിക്കൂർ മാത്രമേ ഞാൻ എന്ത് ചെയ്യുകയുള്ളൂ, റിവിഷൻ ചെയ്യുകയുള്ളൂ എന്നൊരു ടൈം നമ്മൾ ഫിക്സ് ചെയ്യണം. അല്ലാതെ കുറേ നേരം നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, റിവിഷന് വേണ്ടി ടൈം അലോട്ട് ചെയ്ത് വെക്കരുത്. നമ്മുടെ നോർമൽ സ്റ്റഡി ടൈമിലെ ഒരു ഫിക്സ്ഡ് ടൈം ബൗണ്ട് ആയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ, റിവൈസ് ചെയ്യാൻ. The third step is don't overread the theory again and again. നമുക്ക് തിയറി കൺസെപ്റ്റ്സ് ആയിരിക്കും നമ്മുടെ ഫിസിക്സിൽ മെയിൻ ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യുക, നമ്മളെ കുഴക്കുന്ന ക്വസ്റ്റ്യൻസ് ആയിട്ട് വരിക. അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു തിയറി നമ്മൾക്ക് മിസ്സാവുന്നുണ്ടെങ്കിൽ, നമ്മൾക്ക് അറിയാതെ പോകുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, പല സോഴ്സസ് നമ്മുടെ കയ്യിൽ ഉണ്ടാവും. NCERT ഉണ്ടാവും, നമ്മുടെ മെറ്റീരിയൽ ഉണ്ടാവും, പ്രിന്റഡ് നോട്ട്സ് ഉണ്ടാവും, പല പുസ്തകങ്ങൾ ഉണ്ടാവും. അപ്പോൾ ഓരോ പുസ്തകങ്ങളിൽ നിങ്ങൾ തിയറി റീഡ് ചെയ്ത് വായിച്ച് നിങ്ങളുടെ സമയം എന്ത് ചെയ്യരുത്, നിങ്ങൾ കളയരുത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ തൊട്ട് മുമ്പത്തെ സ്റ്റെപ്പ് എന്ത് ചെയ്യുക, കീപ് യുവർ റിവിഷൻ ടൈം ബൗണ്ട്. റിവിഷൻ ടൈം ബൗണ്ട് ആക്കി ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ കുറേ തിയറി വായിച്ച് നമ്മൾ എന്ത് ചെയ്യരുത്, സമയം കളയരുത്. ദ ലാസ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് ഇസ് കീപ് ആൻ ഐ ഓൺ പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഇപ്പോൾ തന്നെ പല പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് നിങ്ങൾ അറ്റംപ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് നിങ്ങൾ എന്ത് ചെയ്യാൻ മറക്കരുത്, റിവിഷൻ ചെയ്യാൻ മറക്കരുത്. കാരണം പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസിൽ 2-3 ചാപ്റ്റേഴ്സിന്റെ ഒക്കെ കൺസെപ്റ്റ്സ് ചിലപ്പോൾ ഒരു ക്വസ്റ്റ്യനിൽ വരുന്നുണ്ടാവും. അപ്പൊ നിങ്ങൾ ആ ക്വസ്റ്റ്യൻ 2-3 പ്രാവശ്യം റിവൈസ് ചെയ്യുമ്പോൾ ആ സെക്കൻഡ് ചാപ്റ്റേഴ്സിന്റെ, തേർഡ് ചാപ്റ്റേഴ്സിന്റെ ഒക്കെ കൺസെപ്റ്റ്സ്, 2-3 ചാപ്റ്റേഴ്സിന്റെ കൺസെപ്റ്റ്സ് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. ഓക്കെ, സോ നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞ ഇമ്പോർട്ടൻറ്റ് കാര്യം എന്താണ്, ഡു റിവൈസ് യുവർ ചാപ്റ്റേഴ്സ് ഓൺ ഡെയിലി basis.